ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാഖിലെ കർബലയിൽ വെച്ച് രണ്ട് മുസ്ലിം സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഉഹുദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലുമൊക്കെ പ്രവാചകന്റെ വലതും ഇടതും നിന്നിരുന്ന ആളുകൾ പരസ്പരം രണ്ട് ചേരികളായി മാറി പരസ്പരം രക്തം ചിന്തുന്ന കാഴ്ചയായിരുന്നു കർബല വിവാദത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരലോക ചിന്തയാണോ, ഇസ്ലാമിനെ വളർത്തുക എന്നതാണോ? അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളാൽ എന്തിനു കൊലപ്പെടണം? ഇപ്പോ താലിബാനും പാകിസ്ഥാനും തമ്മിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നു. ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 47 പേര് ചരിഞ്ഞു, ഇവിടെ 88 പേര് ചരിഞ്ഞു. 2 പേരും വിശ്വാസികളാണ്. കൊല്ലുന്നവനും അല്ലാഹു അക്ബർ എന്ന് വിളിക്കും, കൊല്ലപ്പെടുന്നവനും അല്ലാഹു അക്ബർ എന്ന് വിളിക്കും. അല്ലാഹു ഇവരിൽ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നതൊരു ചോദ്യമാണ്. കാരണം പടച്ചോന് വേണ്ടിയിട്ടാണ് ഇവര് 2 പേരും ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, അതിന് പകരമായി നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണമെന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ അല്ലാഹു ചോദിക്കുന്നതിനനുസരിച്ച് ഒരു മനുഷ്യൻ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ട് ഇറങ്ങിത്തിരിക്കുവാണ്. അങ്ങനെ ഇറാഖിലെ കർബലയിൽ ഒരു ഒക്ടോബർ 10 തോന്നുന്നു 680 പേരാണ് അല്ലാഹു അക്ബർ വിളിച്ച് മരിച്ചു വീണത്, കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ 680 പേര് രക്തസാക്ഷിയായ ഇസ്ലാമിന്റെ ഒരു യുദ്ധമാണ് കർബല. ആ സമയത്ത് നബിയുടെ ചെറുകുട്ടി ഉണ്ടല്ലോ, ഫാത്തിമയുടെ മകൻ ഹുസൈൻ, അലിയുടെ മകൻ, ഫാത്തിമ അലി ദമ്പതികളുടെ മകൻ ഹുസൈൻ, ആ കർബല യുദ്ധത്തിൽ പ്രവാചകന്റെ ചെറുകുട്ടിയും കൊല്ലപ്പെട്ടു. ഇമാം ഹുസൈൻ ഇസ്ലാമിക വീര്യത്തിന്റെയും ഇസ്ലാമിക പോരാട്ടത്തിന്റെയും ഇസ്ലാമിലെ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന കർബല യുദ്ധത്തിൽ മുഹമ്മദ് നബിയുടെ ചെറുകുട്ടിയാണ് മരണപ്പെട്ടത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ലല്ലോ, ചിത്രത്തെ ആരാധിക്കാനും പാടില്ല, ഫോട്ടോ ഒന്നും എടുക്കാനും വരയ്ക്കാനും ഒന്നും പാടില്ലാത്തത് കൊണ്ട്, ഇസ്ലാം അതൊക്കെ ഹറാമായിട്ട് കാണുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോയോ വിഗ്രഹത്തെയോ ഒന്നും വെച്ച് ആരാധിക്കാൻ പറ്റില്ലല്ലോ. അതിന് പകരം 5 വിരലുകളുള്ള വലത് കൈയുടെ ഒരു കൈപ്പത്തിയുടെ ചിത്രം മാത്രം ബാക്കിയാക്കി വെച്ചു. അതിനെയാണ് വിശ്വാസികൾ സ്മരണയായി കണ്ടിരുന്നത്. കർബലയിൽ മുഹമ്മദ് നബിയുടെ ചെറുകുട്ടിയുടെ സ്മരണ. ഈ ഇസ്ലാമിസത്തിന്റെ ചിഹ്നമായിട്ട് കോൺഗ്രസ് പാർട്ടി അതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചു. അതിനെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി അങ്ങോട്ട് മാറ്റി. പഴയ ചിഹ്നമായ പശുവും പശുക്കുട്ടിയും ഒന്ന് ചേഞ്ച് ആക്കി പിടിച്ചു. കാരണം മുസ്ലിങ്ങളെ പിടിക്കണ്ടേ. കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഹസ്രത്ത് അലിയുടെ വലതു കൈ ആക്കി മാറ്റി. ഇന്ദിരാഗാന്ധി കരുണാകരനുമായി ചർച്ച ചെയ്ത് 1982 സന്ദർശിച്ച പാലക്കാട്ടെ കല്ലായിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കൈയാണ് എന്നും പ്രചരിപ്പിച്ചു. കോൺഗ്രസിനകത്തുള്ള മുസ്ലിങ്ങൾ പറയുന്നു ഇത് അലിയുടെ കൈയാണ്, എന്നാൽ മറുവിഭാഗം പറയുന്നു ഇത് കല്ലായിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതിയുടെ വലത് കൈയാണ്. ഏമൂർ ഭഗവതി വിഗ്രഹത്തിന്റെ 2 കൈകളാണെന്ന് പറയുന്നു. ഹസ്രത്ത് അലിയുടെ കൈയാണെന്നും ഏമൂർ ഭഗവതി വിഗ്രഹം എന്നും ഒക്കെ ഗൂഗിൾ ചെയ്താൽ നമുക്കിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. 99% വരുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ല. എല്ലാ മുസ്ലിങ്ങൾക്കും ഈ കാര്യം ആദ്യം കാലത്തിലൊക്കെ അറിയാമായിരുന്നു, പക്ഷേ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. മതമാണല്ലോ.
ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ അതിപ്രസരം കാരണം ഈ മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ ഇന്ന് തോണ്ടിയെടുത്ത് പുറത്തിടുവാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാലും കോൺഗ്രസിന് തന്നെയല്ലേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യൂ. അതെ, ആ ഭയം കൊണ്ടാണ് ഇതുവരെ ഇത് പറയാതിരുന്നത്, ഭഗവതിയുടെ കൈയാണെന്നൊക്കെ പറഞ്ഞിട്ട്. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കപ്പെട്ടപ്പോൾ സത്യം പറയാൻ പോലും ജനങ്ങൾക്ക് ഭയമായി. ഹിന്ദുക്കളായിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും അവരവരുടെ വിശ്വാസം, ഇവരിവരുടെ വിശ്വാസം. മുസ്ലിങ്ങളുടെ മതപരമായ അടയാളത്തോടുള്ള വിധേയത്വം കൊണ്ട് മുസ്ലിങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായി. അതേസമയം വിവരങ്ങളുടെയും വിജ്ഞാനങ്ങളുടെയും അഭാവം കാരണം കോൺഗ്രസുമായി ദീർഘകാല ബന്ധവും ഒക്കെ വലിയ രൂപത്തിൽ ഹിന്ദുക്കൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കോൺഗ്രസിനോട് ഒട്ടി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചേരിതിരിവിന് കാരണമായത്. വെറും 40,000 വോട്ടർമാരും കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ലക്ഷദ്വീപിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമൊന്നും തോന്നാൻ സാധ്യതയില്ല. ഈ ചരിത്ര സത്യങ്ങളൊക്കെ കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് എങ്ങനെ മുസ്ലിങ്ങളെ വിശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയാം. രാഷ്ട്രീയമാണല്ലോ, അതങ്ങനെയാ. മുസ്ലിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഞാനിപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ ഒരാഴ്ച കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബൂം ചെയ്ത് കയറും. മുസ്ലിങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ആ രൂപത്തിൽ നടക്കുന്ന ആളുകളുണ്ട്. പണം വേണോ? ഇനി നിങ്ങൾക്ക് അതല്ല വീഡിയോസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, എന്ത് സഹായ സഹകരണവും അവരിൽ നിന്നും കിട്ടും. പിന്തുണ വേണോ? ഇവർക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ വരെ തയ്യാറായിട്ട് ആളുകൾ പ്രത്യക്ഷപ്പെട്ടു വരുമെന്നേ. നമ്മൾ ഹജ്ജ് സബ്സിഡി എന്ന് കേട്ടിട്ടില്ലേ? മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഇവർ ചെയ്തു. ഹജ്ജ് സബ്സിഡിക്കൊപ്പം തന്നെ എയർപോർട്ടിൽ 2200 റിയാൽ പോക്കറ്റ് മണിയും ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടില്ലേ? അതായത് 45,000 രൂപ പെർ ഹെഡ്. ഇതൊന്നും പല ആളുകൾക്കും അറിയില്ല. 1,80,000 ആളുകൾ. അപ്പൊ എത്ര രൂപയാണ് എന്ന് കൂട്ടി നോക്കുക. ഇന്ത്യൻ പൗരന്മാരുടെ നികുതിപ്പണം ഒരു സമുദായത്തിന്റെ പോക്കറ്റ് മണിയായി കോൺഗ്രസ് എങ്ങനെയാണ് ഇതുവരെ ചെലവഴിച്ചിരുന്നത് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. ഈ വസ്തുത എത്ര പേർക്കറിയാം? എത്ര പേര് ഇത് തുറന്നു പറയാൻ സന്നദ്ധരാകും? എത്ര പേര് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സന്നദ്ധരാകും എന്നതൊക്കെ രണ്ടാമത്. ഭരണഘടനയിൽ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് ആണെങ്കിലോ മൊത്തത്തിൽ ഏറ്റെടുത്തു. പോരാത്തതിന് 1947 ഒരു മുസ്ലിം രാജ്യവും അങ്ങോട്ട് കൊടുത്തു, പകുതി സമ്പത്തും.